അതെ, അത് എന്തോ ഒരു തെറ്റിദ്ധാരണ വന്നിട്ടുണ്ട്. ഏതോ രീതിയിലാണ് അത് ഉടലെടുത്തതെന്ന് എനിക്കറിയില്ല. അതായത് ഞാൻ ജയിലില് സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ട് ജാമ്യം കിട്ടിയിട്ടും ചെറിയ ചെറിയ കേസുകളിലുള്ള ഒരുപാട് പേര് അവിടെ സാമ്പത്തികമില്ലാതെ എത്രയോ ദിവസമായിട്ട് ജയിലിൽ കിടക്കുന്നുണ്ട്. അങ്ങനെയുള്ളവർ എന്റെ അടുത്ത് സഹായം ചോദിച്ചപ്പോൾ ഞാൻ അവരെ സഹായിക്കാമെന്ന് ഏറ്റിരുന്നു. പക്ഷേ അതിന്റെ പേരിൽ ഞാൻ ജയിലിൽ നിന്ന് പുറത്തിറങ്ങാതെ കോടതിയെ ധിക്കരിച്ചു എന്ന രീതിയിലുള്ള ന്യൂസ് കേട്ടു. അത് തെറ്റാണ്. ഞാൻ ഇത്രയും കാലത്തിനിടയ്ക്ക് കോടതിയെ ധിക്കരിച്ചിട്ടുമില്ല, അങ്ങേയറ്റം ബഹുമാനിച്ചിട്ടേ ഉള്ളൂ. ഇപ്പോഴും അത് തന്നെയാണ്. എന്റെ രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥയിൽ ഞാൻ വിശ്വസിക്കുന്നു, കോടതിയെ ബഹുമാനിക്കുന്നു. എല്ലാ കാലവും അങ്ങനെ തന്നെയാണ്. പിന്നെ ഇവരെ സഹായിക്കാം എന്ന് ഏറ്റു. അതിപ്പോ ഞാൻ അവിടെ ഉണ്ടെങ്കിലും പുറത്താണെങ്കിലും ഇതൊക്കെ ചെയ്യാൻ പറ്റുന്ന കാര്യം. അതിന്റെ പേരിൽ ധിക്കാരം കാണിച്ച് പുറത്തിറങ്ങാതിരുന്നിട്ടില്ല. ഇന്ന് രാവിലെയാണ് എന്റെ അടുത്ത് വരികയും ഒപ്പിടാൻ പറയുകയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. പിന്നെ ഒരു വാർത്ത കണ്ടത് ഇന്നലെ ഞാൻ ഒപ്പിടാൻ വിസമ്മതിച്ചു എന്ന്. ഇന്നലെ ഒപ്പിടാനായിട്ട് എന്റെ അടുത്ത് ഒരു കടലാസോ കാര്യങ്ങളോ ഒന്നും ആരും കൊണ്ടുവന്നിട്ടില്ല. ഇന്നാണ് രാവിലെ എന്റെ അടുത്ത് വന്നിട്ടുള്ളത്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഒരിക്കലും തെറ്റായ കോടതിയെ ധിക്കരിച്ചു എന്നുള്ളതൊക്കെ തെറ്റാണ്. ഒരിക്കലും ഞാൻ അങ്ങനെ ചെയ്യില്ല.